ഞങ്ങൾക്കുണ്ട്. എത്ര കാലമായി ചന്ദ്രശേഖരനെ പറയുന്നു? ഈ തെരഞ്ഞെടുപ്പിലും ചന്ദ്രശേഖരനെ പറയേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരെ, നിങ്ങളോട് ഒറ്റ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ കാലത്തും ഈ ഫാസിസ്റ്റ്, നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ, മറ്റൊരാളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും ആ രാഷ്ട്രീയവും എക്കാലവും ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടീച്ചർ പറയുകയാണ്, ഇന്നലെയൊക്കെ ഞാൻ കേട്ടു, ഏതൊരു മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പറയുകയാണ്, ഈ കേസ്, ചന്ദ്രശേഖരന്റെ കേസെല്ലാം കഴിഞ്ഞില്ലേ? ആ കേസിൽ ഇപ്പൊ ഹൈക്കോടതിയുടെ വിധി പറഞ്ഞു. ആ വിധി അതിൽ പറഞ്ഞല്ലോ, അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് തെളിഞ്ഞില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ഏത് വിധിയുടെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട ടീച്ചറെ നിങ്ങൾ ഈ രാഷ്ട്രീയം ഈ നാടിനോട് പറയുന്നത്? ഗൂഢാലോചന ഇല്ല എന്ന് ഏത് കോടതിയാണ് വിധി എഴുതിയത്? നമസ്കാരം. തിരഞ്ഞെടുപ്പ് ഗോതയിൽ ശൈലജ ടീച്ചറെ പൊളിച്ചടുക്കി KK രമ MLA. TP ചന്ദ്രശേഖരന്റെ പേര് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിന് ഉപയോഗിക്കുന്നത് എന്തിനാണ് എന്ന് പുച്ഛിച്ച ശൈലജ ടീച്ചർക്ക് കുറുക്കിക്കൊള്ളുന്ന മറുപടി തന്നെയാണ് KK രമ കൊടുത്തത്. TP ചന്ദ്രശേഖരൻ വധം തിരഞ്ഞെടുപ്പ് വിഷയമായി ജനം എടുക്കില്ല എന്നായിരുന്നു വടകരയിലെ ഇടത് സ്ഥാനാർത്ഥി കൂടിയായ ശൈലജ ടീച്ചറുടെ പ്രസ്താവന. UDF ഇത് വിഷയമാക്കിയാലും ജനം അത് ഏറ്റെടുക്കില്ല എന്ന് ശൈലജ ടീച്ചർ പറഞ്ഞിരുന്നു. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇത് വിഷയമാക്കേണ്ട ആവശ്യകതയില്ല. വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വിജയിക്കും. രാഷ്ട്രീയം വെച്ചും ഇടതുപക്ഷം ജയിക്കണമെന്നത് നാടിന്റെ ആവശ്യമാണെന്ന് കൂടി ശൈലജ ടീച്ചർ പറഞ്ഞു. TP വധം കോടതിയുടെ പരിഗണനയിൽ ഉള്ള വിഷയമാണ്. UDF ഈ വിഷയം ഉയർത്തിയാലും ജനം അതൊരു വിഷയമായി എടുക്കില്ല. TP വധത്തെ ഇലക്ഷനുമായി ബന്ധപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. യഥാർത്ഥ കുറ്റവാളികൾ ശിക്ഷ കിട്ടണമെന്നേ താൻ പറയൂ. എന്നാൽ നാടിന്റെ ആകെ പ്രശ്നമാണ് തിരഞ്ഞെടുപ്പ് വിജയം. ഇങ്ങനെയായിരുന്നു ശൈലജ ടീച്ചറുടെ വാക്കുകൾ. എന്നാൽ ഇതിനെതിരെ ആഞ്ഞടിക്കുകയായിരുന്നു KK രമ. അവരുടെ വാക്കുകളിലേക്ക്, ഞാനിപ്പോഴും കമ്മ്യൂണിസ്റ്റുകാരിയായിട്ട് നിന്ന് തന്നെയാണ് രാഷ്ട്രീയം പറയുന്നത്. പക്ഷെ ആ കമ്മ്യൂണിസം എന്ന് പറയുന്നത് മനുഷ്യപക്ഷത്ത് നിൽക്കുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമാണ്. മനുഷ്യരെ മനസ്സിലാക്കുന്ന, മനുഷ്യരെ അതിന് സ്നേഹത്തിന്റെ, സാഹോദര്യത്തിന്റെ, ദയയുടെ, കാരുണ്യത്തിന്റെ സ്പർശമുണ്ടാകണം എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി. അതില്ലാത്തൊരു പാർട്ടി അത് കൈയൊഴിഞ്ഞപ്പോഴാണ് അതിൽ നിന്ന് പുറത്തു വരികയും അതിനെ കൂടെ നിന്ന ആളുകളെ, പച്ച മനുഷ്യനെ തെരുവിൽ വെട്ടിക്കൊല്ലാൻ ഒരു കയ്യറപ്പുമില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടി നിങ്ങൾ എങ്ങനെ ഇടതുപക്ഷമാവുന്നു എന്ന ചോദ്യമാണ് ഇപ്പോഴും ഉന്നയിക്കുന്നത്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇടതുപക്ഷമായി മാറാൻ സാധിക്കുന്നത്? അന്യന്റെ ശബ്ദം സംഗീതം പോലെ ആസ്വദിക്കുന്ന ഒരു ലോകത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് ഇടതുപക്ഷം പ്രവർത്തിക്കുന്നതെങ്കിൽ, അന്യന്റെ ശബ്ദത്തെ, എതിരഭിപ്രായം പറയുമ്പോൾ, എതിർ രാഷ്ട്രീയം പറയുമ്പോൾ അവരെ കൊന്നു തള്ളുന്ന രാഷ്ട്രീയത്തെ ഇടതുപക്ഷ രാഷ്ട്രീയമെന്ന് വിശേഷിപ്പിക്കാൻ എങ്ങനെ സാധിക്കുന്നു എന്ന ചോദ്യത്തിന് ഉത്തരം നിങ്ങൾ പറയണമെന്നതാണ്. അതാണ് ഈ തെരഞ്ഞെടുപ്പിലുൾപ്പെടെ പലപ്പോഴും നമ്മൾ പറയുമ്പോൾ അക്രമ രാഷ്ട്രീയത്തേക്ക് പറയും. നിങ്ങൾ എന്താ അക്രമ രാഷ്ട്രീയം മാത്രമാണോ പറയുന്നത്? നിങ്ങൾക്ക് എന്താ ഒരു ചന്ദ്രശേഖരൻ മാത്രമേ എല്ലാ തിരഞ്ഞെടുപ്പിലും ഉന്നയിക്കാനുള്ളൂ എന്നാണ് പല ഭാഗങ്ങളിൽ നിന്നും ഉണ്ടാകുന്ന ചോദ്യം. നമ്മുടെ എതിർ സ്ഥാനാർത്ഥിയോട് ചോദിച്ച സമയത്തും അവര് എല്ലാ മാധ്യമങ്ങളോടും എല്ലാവരോടും പറയുന്നത് ഞങ്ങൾക്കുണ്ട്. എത്ര കാലമായി ചന്ദ്രശേഖരനെ പറയുന്നു? ഈ തെരഞ്ഞെടുപ്പിലും ചന്ദ്രശേഖരനെ പറയേണ്ട കാര്യമുണ്ടോ? പ്രിയപ്പെട്ട CPM-ന്റെ നേതാക്കന്മാരെ, നിങ്ങളോട് ഒറ്റ കാര്യം, ഈ തെരഞ്ഞെടുപ്പിൽ മാത്രമല്ല എല്ലാ കാലത്തും ഈ ഫാസിസ്റ്റ്, നിങ്ങളുടെ ഈ രാഷ്ട്രീയ ഫാസിസത്തിനെതിരെ, മറ്റൊരാളെ പ്രവർത്തിക്കാൻ അനുവദിക്കാത്ത രാഷ്ട്രീയത്തിനെതിരായിട്ടുള്ള ചോദ്യം ചെയ്യലുകളും ആ രാഷ്ട്രീയവും എക്കാലവും ചർച്ച ചെയ്യപ്പെടുമെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ടീച്ചർ പറയുകയാണ്, ഇന്നലെയൊക്കെ ഞാൻ കേട്ടു, ഏതൊരു മീഡിയയ്ക്ക് ഇന്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പറയുകയാണ്, ഈ കേസ്, ചന്ദ്രശേഖരന്റെ കേസെല്ലാം കഴിഞ്ഞില്ലേ? ആ കേസിൽ ഇപ്പൊ ഹൈക്കോടതിയുടെ വിധി പറഞ്ഞു. ആ വിധി അതിൽ പറഞ്ഞല്ലോ, അതിൽ ഗൂഢാലോചന ഇല്ല എന്ന് തെളിഞ്ഞില്ല എന്നാണ് ടീച്ചർ പറയുന്നത്. ഏത് വിധിയുടെ അടിസ്ഥാനത്തിലാണ് പ്രിയപ്പെട്ട ടീച്ചറെ നിങ്ങൾ ഈ രാഷ്ട്രീയം ഈ നാടിനോട് പറയുന്നത്? ഗൂഢാലോചന ഇല്ല എന്ന് ഏത് കോടതിയാണ് വിധി എഴുതിയത്? ഹൈക്കോടതിയിൽ ആ കേസ് അപ്പീൽ കോടതി പരിശോധിച്ച സമയത്ത് ബഹുമാനപ്പെട്ട ഹൈക്കോടതി ആ കേസിലെ വിചാരണ കോടതി ശിക്ഷിച്ച മുഴുവൻ ആളുകളെയും ശിക്ഷ ഇരട്ടിപ്പിച്ചു എന്ന് മാത്രമല്ല, ആ വിചാരണ കോടതി വിട്ട 2 പേരെ കൂടി പുതുതായി ചേർത്തു. ആ 2 പേര് ആരാണ്? സാധാരണ പ്രവർത്തകരല്ല, CPM-ന്റെ നേതാക്കന്മാർ.
ഒന്ന് കെ കൃഷ്ണൻ എന്ന് പറയുന്ന CPM-ന്റെ നേതാവ് ഞങ്ങളുടെ ഒഞ്ചിയം ഏരിയയിൽ ആ പാർട്ടിയുടെ ഏറ്റവും പ്രധാനിയായിരുന്നു ഒരു കാലത്ത്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും വൈസ് പ്രസിഡന്റും ഏരിയ കമ്മിറ്റിയുടെ നേതാവും കമ്മിറ്റി അംഗവും ഒക്കെയായി നടന്ന ആളെയാണ് ഇപ്പോൾ ശിക്ഷിച്ചിരിക്കുന്ന ഒരാൾ. മറ്റൊന്ന് പാനൂരിലെ കുന്നോത്തുപറമ്പ് ലോക്കൽ കമ്മിറ്റിയുടെ മെമ്പറായിരുന്ന ജ്യോതി ബാബു എന്ന് പറയുന്ന 2 പ്രധാന CPM ആളുകളെ ഗൂഢാലോചന കുറ്റത്തിനാണ് അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കോടതി 14 വർഷത്തേക്ക് ജീവപര്യന്തം തടവിന് ശിക്ഷിച്ചിരിക്കുന്നത്. പിന്നെ എങ്ങനെയാണ് ഗൂഢാലോചനയില്ല എന്ന് പറയുന്നത്? ഇതൊക്കെ ഇങ്ങനെ ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടാമെന്നാണ് വിചാരമെങ്കിൽ അതൊന്നും ഈ നാട്ടിൽ നടക്കാൻ പോകുന്നില്ല. ഈ തെരഞ്ഞെടുപ്പിലും അതിശക്തമായി അക്രമ രാഷ്ട്രീയം, ഈ കൊലപാതക രാഷ്ട്രീയം, മനുഷ്യരെ എല്ലാവർക്കും വിയോജിപ്പ് രേഖപ്പെടുത്താൻ, രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസം പറയാൻ ഈ മണ്ണിൽ ഇടമുണ്ടാകണം.